കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് അണ്ടം കളക്ട് ചെയ്യണമായിരുന്നു. അതിനുശേഷം നമ്മുടെ എന്താ പറഞ്ഞാൽ അത് വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാതിരിക്കുക, അങ്ങനെ പലതുണ്ട്. അപ്പോൾ ഫ്രീസ് ചെയ്യുന്നതാണ് വൃത്തി. ഒരു മാസം വെയിറ്റ് ചെയ്ത് നമ്മുടെ ഇൻട്രോമീഡിയറ്റ് കറക്റ്റായ ശേഷം നമുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും വൃത്തി. അപ്പോൾ അതുവരെ നമ്മൾ ക്ഷമയോടെ ഇരിക്കണം. ഞാൻ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് എനിക്ക് കൂടുതലേ അറിയത്തില്ല. ഞാൻ ചെയ്തതനുസരിച്ച് എനിക്ക് പേപ്പേഴ്സും ഇതൊക്കെ അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. സാധാരണക്കാർ ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉപകരിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് നമുക്ക് പറയുന്നത് അത്ര അവർക്ക് ഫുള്ള് എന്താ പറയുക, ഇത് സാധാരണ നോർമലായിട്ട് പറയുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല, ചിലർക്ക് നോർമലായിട്ട് പറയുന്നത് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. കൃത്യമായിട്ട് പറയുന്നില്ല, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നത്, ഒരു മെഡിസിൻ്റെ കാര്യങ്ങൾ സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല. പെട്ടെന്ന് ഒരു എന്താ പറയുക, നമ്മൾ IVF എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ അത്രയും പറയുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ എന്താ പറയുക, ഇത് ചെയ്ത ശേഷം നല്ല റെസ്റ്റ് എടുക്കരുത്, ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുക്കരുത്. നല്ല ഇടയ്ക്ക് നമ്മൾ ചെറിയ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യണം. അതിനുശേഷം നമ്മളിങ്ങനെ അതെന്തെന്ന് അറിയാമല്ലോ, നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ചെറിയ ജോലി ചെയ്യണം. അതിനുശേഷം നമ്മൾ ഹെൽത്തായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ സാധനങ്ങൾ, മറ്റേ എന്താ പറയുക പയർവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കണം. പിന്നെ ടെൻഷൻ അടിക്കാനേ പാടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിത് ചെയ്താൽ നമ്മൾ സക്സസ് ആവുമോ ഇല്ലയോ എന്ന് പറഞ്ഞുള്ള ഒരു ടെൻഷനായിരിക്കും നമുക്ക് എപ്പോഴും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നല്ലൊരു ബുദ്ധി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്തത് നല്ല കഥ ബുക്കുകൾ വായിക്കുകയാണ് ഞാൻ ചെയ്തത്. നല്ല സ്റ്റോറീസ് ഞാൻ വായിക്കേണ്ടി ചെയ്തത്. അതിന് ശേഷം ഞാൻ മറ്റേ ചെറിയ വർക്കുകൾ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ബോട്ടിൽ ഇപ്പോഴത്തെ അത് ട്രെൻഡല്ലേ, നല്ല പൂക്കളും ചെടികളൊക്കെ വരയ്ക്കുന്നതല്ലേ, ഞാനതാ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ടെൻഷൻ പോയി. അപ്പോൾ ആ റിസൾട്ട് അത് വരുന്നത് വരെ ഞാൻ അങ്ങനെയൊക്കെ പോയി. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എന്തായാലും പോസിറ്റീവാണ്. ഫസ്റ്റ് തന്നെ പോസിറ്റീവാണ്. എൻ്റെ BTA-H3 എന്ന് പറയുന്നത് 2400 സംതിങ് ആണ്. അപ്പോൾ അപ്പോഴേ ഞാൻ വിചാരിച്ചത് ടെൻസായിരിക്കും. ഞാൻ യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്തിരിക്കുന്ന BTA-H3യുടെ റേറ്റ് ഇങ്ങനെ വരുമ്പോൾ എത്ര BBS ആകുമെന്ന്. അപ്പോഴേ ഞാൻ വിചാരിച്ചത് ടെൻസാണെന്ന്. അപ്പോൾ അവരൊന്നും അപ്പോഴൊന്നും പറയില്ല. നമ്മൾ ഫസ്റ്റ് സ്കാനിങ് ചെയ്യുന്ന സമയത്തെല്ലാം പറയുള്ളൂ. അതുമല്ല, അപ്പോഴും നമുക്ക് കൺഫേം ആക്കാൻ പറ്റില്ല. പിന്നെ 3 മാസം മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണം, ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ നമ്മൾ ടയേർഡാവും, ശരിക്കും മനസ്സിലെന്തോ പോകും. പിന്നെ പോസിറ്റീവാണെന്ന് അറിയുമ്പോൾ പിന്നെ കുറിച്ച് എങ്ങനെയൊക്കെ ഇത് എന്താണ് നമ്മൾ നന്നായിട്ട് കൊണ്ടുവരണം. മെഡിസിൻ കൃത്യസമയത്തും ആഹാരം കൃത്യസമയത്ത് കഴിച്ച് നമുക്കതിനെ നമ്മുടെ ബേബീസിന് ഒരു ആവശ്യം വരുത്താതെ നമ്മൾ നോക്കണം. നമ്മൾ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എത്ര ക്ഷീണവും മാറ്റി വെച്ചിട്ട് നമ്മൾ അതിനോട്ട് പോകും. അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നു പോകും. അപ്പോൾ 3 മാസം വരെ നമ്മൾ എങ്ങനെ കടിച്ച് പിടിച്ച് നമ്മൾ നന്നായിട്ട് നോക്കണം. 3 മാസം കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. നമ്മൾ ഒരു കാരണവശാൽ പ്രീമച്വറും ഈ IVF-ന് കൂടുതൽ ഞാൻ തന്നെ ഡെലിവറി ടൈമിൽ ഒരുപാട് പേരെ കണ്ടായിരുന്നു. അവർ പറയുന്നത് അവർക്കൊക്കെ 5-ാം മാസത്തിൽ തന്നെ ഡെലിവറി നടന്നെന്നാണ് പറയുന്നത്. ശരിക്കും അപ്പം അങ്ങനെ വരാതെ എങ്ങനെ കൺട്രോൾ, പിന്നെ നമുക്ക് കുറച്ച് റെസ്റ്റ്, കുറച്ച് വർക്കും അങ്ങനെ പോകണം. ഭയങ്കര ഹാർഡ് വർക്കൊന്നും ചെയ്യാതിരിക്കുന്ന വൃത്തി. ഞാൻ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അപ്പം അങ്ങനെ വരാതെ നോക്കണം. ഭയങ്കര റെസ്റ്റ് എടുക്കലും ചെറിയ ജോലികളും ചെയ്യണം. അങ്ങനെ പോകണം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ IVF-ൻ്റെ സക്സസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇത്തരം 3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് 3-4 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല, മെയിൻ അതാണ്. രണ്ടാമത്തെ മെഡിസിൻസ് കൃത്യസമയത്ത് കഴിക്കണം. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ്. ജങ്ക് ഫുഡൊന്നും കഴിക്കാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതാണ് നല്ലത്, സക്സസ് കൂടാൻ നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ IVF-ൻ്റെ സക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്സ് ഇതേ ഉള്ളൂ. ഇതേ എനിക്കറിയത്തുള്ളൂ. ഞാൻ ചെയ്തതാണ് ഫോളോ ചെയ്തത്. അപ്പം താങ്ക് യു. ഈ വീഡിയോ കണ്ടവർക്ക് താങ്ക്സ്. പിന്നെ ഇനിയിപ്പോൾ ഈ വീഡിയോ വേറെ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൻ്റെ റേറ്റോ എമൗണ്ടോ ചെറുക്കും എമൗണ്ടിന് ഭയങ്കര കൺഫ്യൂഷൻ വന്നു. എമൗണ്ടിലെല്ലാം നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഡെലിവറി ടൈമിൽ എത്ര എമൗണ്ടായി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മസ്റ്റായിട്ട് ഫുള്ള് കാണണം. എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.